ജോണി എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്. അദ്ദേഹം ബസ്സുകളിൽ കയറും, അല്ലെങ്കിൽ ട്രെയിനുകളിൽ കയറും, കാറുകളിൽ കയറും. അദ്ദേഹത്തിന് കിട്ടുന്ന വണ്ടികളിലെല്ലാം കയറി ഒരുപാട് മനുഷ്യരെ കാണുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഈ മനുഷ്യരെല്ലാം കാണുമ്പോൾ അദ്ദേഹം ഓരോരുത്തരെക്കുറിച്ചും ഒരു പേജ് വീതം എഴുതും. അദ്ദേഹം മനുഷ്യരെയാണ് പഠിക്കാനായിട്ട് ആഗ്രഹിച്ചത്. അങ്ങനെ മനുഷ്യന്മാരെ എക്സ്പ്ലോർ ചെയ്ത് അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ നിന്നും അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. മോസ്റ്റ് ഓഫ് ദം, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഹാപ്പി അല്ല. അവർക്കെല്ലാവർക്കും ബെറ്റർ ആവണം എന്നൊരാഗ്രഹമുണ്ട്. അതായത് കൂടുതൽ മെച്ചപ്പെടണം, കൂടുതൽ നന്നാവണം, കൂടുതൽ നന്നായിട്ട് ജീവിക്കണം, അങ്ങനെ ഒരു ആഗ്രഹം. അദ്ദേഹം ഒരു ചെറിയ പയ്യനോട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അപ്പം ആ പയ്യൻ ഇദ്ദേഹത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യർക്ക് ഇതിനെപ്പറ്റി അറിയാം, എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം, എല്ലാവരുടെയും തലയിൽ ഇതെല്ലാം ഉണ്ട്, എല്ലാവരുടെയും തലയിൽ ആശയങ്ങളുണ്ട്, തലയിൽ അതിൻ്റേതായ നിയമങ്ങളുണ്ട്. പക്ഷേ ആരും ഇത് ചെയ്യുന്നില്ല, ആരും ഇത് പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ആരും ചെയ്യാത്തത്? എന്തായിരിക്കും എല്ലാവരെയും പിന്നോട്ട് വലിക്കുന്ന, അല്ലെങ്കിൽ ആ ബെറ്റർ ആവണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടും അതിലേക്ക് പോകാൻ സമ്മതിക്കാതെ പിന്നോട്ട് വലിക്കുന്ന കാരണം? ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ലോകത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ അതിന് 5 കാരണങ്ങളാണ് എനിക്ക് തോന്നിയത്. ആ 5 കാരണങ്ങളെ എങ്ങനെ റിവേഴ്സ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രശ്നമാണ് ലാക്ക് ഓഫ് ബിലീഫ്. ആൾക്കാർക്ക് എപ്പോഴും ഡൗട്ടാണ് ഇത് നടക്കുമോ ഇല്ലയോ എന്ന്. ഒരു ബിലീഫിൻ്റെ അംശം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയും കോൺഫിഡൻസ് ഈസ് എ സ്മോൾ തിങ് ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. നമ്മൾ ആ ഒരു ഉറപ്പോടെ, ആ ഒരു ബിലീഫോടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലേക്ക് വരാൻ പോകുന്ന സംശയമാണ്, ഈ ബിലീഫോടെ ഇറങ്ങിയിട്ടുള്ളതെല്ലാം നടന്നിട്ടുണ്ടോ? ഒരുപാട് ആളുകൾ പാസ്റ്റിൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരു ബിലീഫോടെ ഇറങ്ങിയിട്ടില്ലേ? അവരുടെ എല്ലാം സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? ഈ ബിലീഫോടെ ഇറങ്ങുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്രയും ഉറപ്പിച്ച് വിശ്വാസത്തോടെ ഇറങ്ങുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് ഉറപ്പായിട്ട് നടക്കുമെന്നല്ല, മറിച്ച് അത് നമ്മുടെ മൈൻഡ് സെറ്റിൽ വരുത്തുന്നൊരു മാറ്റമുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് 100% കൊടുക്കാൻ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് പൂർണ്ണമായിട്ട് കമ്മിറ്റഡ് ആവാനായിട്ട് അത് നമുക്ക് തരുന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതാണ് ഈ ബിലീഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോള്. നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് കംപ്ലീറ്റ്ലി മാറുവാണ് നമുക്ക് ആ ഒരു ഉറപ്പ് വരുമ്പോൾ, നമുക്ക് ആ ഒരു ബിലീഫ് വരുമ്പോൾ. ശരിയാണ്, നമ്മൾ പലപ്പോഴും ഡൗട്ടിലേക്ക് പോകും. എല്ലാവരും സംശയിക്കും, ഇതാണോ ഞാൻ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, ഇനി അതായിരുന്നു ബെറ്റർ ഓപ്പർച്യൂണിറ്റി. ഇതെല്ലാവരുടെ ലൈഫിലുണ്ട്. ബട്ട് നമ്മൾ എപ്പോഴെല്ലാം ആ ഒരു ഫേസിലേക്ക് പോകുന്നോ, ബൗൺസ് ബാക്ക്, തിരിച്ച് ബിലീഫിലേക്ക് വരിക, തിരിച്ച് കോൺഫിഡൻസിലേക്ക് വരിക. നമ്മളൊരു കാര്യം ശരിക്കും നടക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അത് നടത്താനുള്ള വഴികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴും അതിലേക്ക് എത്താനുള്ള റൂട്ട് ഏതാണെന്നാണ് ഫിഗർ ഔട്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നടക്കില്ലെന്ന് എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബ്രെയിൻ അതിനനുസരിച്ച് നടക്കാതിരിക്കാനുള്ള വഴി ഏതാണെന്ന് ഓട്ടോമാറ്റിക്കലി തിങ്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബിലീഫ് കംസ് ആൻഡ് പ്ലേസ് എ ക്രൂഷ്യൽ പാർട്ട്. രണ്ടാമത്തെ കാര്യമാണ് ലേയിങ് ഡൗൺ. ഒരു തെറ്റ് പറ്റി, ഒരു മിസ്റ്റേക്ക് പറ്റി, ലൈഫിലൊരു ഫെയിലിയർ വന്നു, അവിടെ തന്നെ കിടക്കുകയാണ്, തിരിച്ചെഴുന്നേൽക്കുന്നില്ല, തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുന്നില്ല. ഒരു കോട്ടുണ്ട്, നമ്മൾ എത്ര പ്രാവശ്യം വീഴുന്നു എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ എത്ര പ്രാവശ്യം വീണ്ടും എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം നിശ്ചയിക്കുന്നതെന്ന്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴൊക്കെ നമ്മൾ തോറ്റുപോയാലും നമുക്ക് വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് വീണ്ടും തിരിച്ചു വരാനായിട്ട് പറ്റും. സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. എപ്പോഴൊക്കെ മിസ്റ്റേക്ക് പറ്റിയാലും നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്, വീണ്ടും എഴുന്നേൽക്കാൻ, വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ. നമ്മളിപ്പോൾ ഈ കാണുന്ന യൂട്യൂബ് പോലും ഒരു വലിയ മിസ്റ്റേക്കായിരുന്നു. യൂട്യൂബ് തുടങ്ങിയത് ഒരു ഡേറ്റിംഗ് സൈറ്റായിട്ടായിരുന്നു. അതായത് യൂത്തിന്, അല്ലെങ്കിൽ ആ ഒരു ഫേസിലുള്ളവർക്ക് പരസ്പരം പ്രൈവറ്റ് വീഡിയോസ് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടായിരുന്നു. ബട്ട് ദേ ലേൺ ഫ്രം ദെയർ മിസ്റ്റേക്ക്, ദേ ചേഞ്ച്ഡ് ഇറ്റ്. അതാണ് മിസ്റ്റേക്സ് പറ്റുക, ചേഞ്ച് ചെയ്യുക, ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ് അഗെയിൻ, വാക്ക് അഗെയിൻ, ദാറ്റ് ഈസ് ലൈഫ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. ഈ ഫ്ലോ എന്ന് പറയുന്നത് എല്ലായിടത്തുമുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, നമ്മുടെ ചിന്തകളിലുണ്ട്. നമ്മൾ പലപ്പോഴും ഡെലിബറേറ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാതെ അതിൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു മാറ്റം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും മാറ്റം ഉണ്ടാക്കാൻ പറ്റാത്തവർ. ഇതിൻ്റെ കാര്യം ഇതാണ്, നമ്മുടെ ബ്രെയിനിലോ, നമ്മുടെ ബോഡിയിലോ, നമ്മുടെ ലൈഫിലോ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റം സംഭവിക്കില്ല. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് മാറ്റം ഉണ്ടാക്കുന്നില്ല. നമുക്കൊരു മാറ്റം വേണമെങ്കിൽ വി ഹാവ് ടു ഡെലിബറേറ്റ്ലി ചൂസ് ടു ചേഞ്ച്. നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ തീരുമാനമെടുത്ത ആ ഒരു ചേഞ്ച് കൊണ്ടുവരണം. നമ്മുടെ അറിവ് കൂട്ടണമോ, നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് തീരുമാനമെടുത്ത് വായിക്കാനായിട്ട് ടൈം മാറ്റി വെച്ച് ഓരോ ദിവസവും വായിക്കാനിരിക്കണം. നമ്മുടെ ഇംഗ്ലീഷ് വർദ്ധിപ്പിക്കണോ, ആ ഇംഗ്ലീഷ് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ തീരുമാനമെടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ ഏതാണെന്ന് നോക്കി അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. നത്തിങ് ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി. നമ്മൾ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യണോ, അതിനെക്കുറിച്ച് പഠിച്ച്, അതിനെക്കുറിച്ച് അറിഞ്ഞ്, അതിനെക്കുറിച്ച് ചിന്തിച്ച് എഫോർട്ട് ഇടണം. ഇല്ലെങ്കിൽ നമ്മൾ പോകുന്നത് പോലെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും, ആ ഒരു ട്രാക്കിൽ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും, ആ ഫ്ലോയിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മൾ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ സ്റ്റാർട്ട് മൂവിങ് അഗെയിൻസ്റ്റ് ദ ഫ്ലോ. സൊസൈറ്റിയിലാണെങ്കിലും, നമ്മുടെ ചിന്തകളിലാണെങ്കിലും, നമ്മുടെ ഡെയിലി റൊട്ടീൻസിലാണെങ്കിലും, ആൻഡ് സ്റ്റാർട്ട് വാക്കിംഗ് അഗെയിൻസ്റ്റ് ദ ഫ്ലോ. ഇനി നാലാമത്തെ കാര്യമാണ് ദ സ്പോട്ട് ലൈറ്റ് എഫക്റ്റ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ സ്പോട്ട് ലൈറ്റിലാണ്, നമ്മളൊരു സ്റ്റേജിലാണ്, എല്ലാവരും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും എന്ത് ചിന്തിക്കും. ഈ ഒരു ജഡ്ജ്മെൻറ്റ് ഫിയർ ഒരുപാട് സ്വപ്നങ്ങളെ തകർക്കുന്നുണ്ട്, ഒരുപാട് പേരുടെ കോൺഫിഡൻസ് തകർക്കുന്നുണ്ട്, ഒരുപാട് പേരെ പിടിച്ചു നിർത്തുന്നുണ്ട് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന്.
നെവർ എവർ വറി വാട്ട് അതേഴ്സ് വിൽ തിങ്ക്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് പറയും എന്ന് ചിന്തിച്ച് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലും പിന്മാറരുത്. ഈ യൂട്യൂബ് തുടങ്ങിയപ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ 10ാം ക്ലാസ് പഠിപ്പിച്ച ആ ടീച്ചർ എന്ത് പറയും, അന്ന് ഞാൻ ഇങ്ങനെയായിരുന്നല്ലോ, ആ ടീച്ചർ അപ്പോൾ എങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ എൻ്റെ ആ ഫ്രണ്ട് ഇത് കാണുമ്പോൾ എങ്ങനെ പറയും. നത്തിങ് മാറ്റേഴ്സ്. ഒരു പരിധിക്കപ്പുറം ആരും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും പറയുന്നുണ്ടെങ്കിലും അവരതിലേക്ക് ഒരുപാട് ചിന്തയോ ഒരുപാട് തോട്ടോ ഇടുന്നില്ല. ജസ്റ്റ് ഡൂ ഇറ്റ്. നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയാൻ ആൾ കാണും, അതല്ല അതിൻ്റെ മറ്റേതാണ് ശരി എന്ന് പറയാൻ ആൾ കാണും. അങ്ങനെയാണ് വേൾഡ് വർക്ക് ചെയ്യുന്നത്. ഓരോരുത്തരുടെയും ബിലീഫ് സിസ്റ്റംസ് വേറെ വേറെയാണ്. ഓരോരുത്തരും കടന്നു പോകുന്നിട്ടുള്ള എക്സ്പീരിയൻസസും ഓരോരുത്തരും സ്വന്തമാക്കിയിട്ടുള്ള ലെൻസസും വേറെ വേറെയാണ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ ആൻഡ് നോർമൽ ഇഫ് സമ്മൺ ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് യു. സോ എപ്പോഴും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും. സോ സ്റ്റോപ്പ് തിങ്കിങ് വാട്ട് അതേഴ്സ് വിൽ തിങ്ക്. സ്റ്റോപ്പ് ഫിയറിങ് ദ ജഡ്ജ്മെൻറ്റ്. ഇനി 5ാമത്തെ കാര്യമാണ് ദ സ്കിഡിങ്. സ്കിഡിങ് എന്ന് പറയുന്നത് തെന്നിപ്പോവുക എന്നുള്ള ഒരർത്ഥത്തിലാണ്. ഇതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യത്തിലാണ്. ടൈം, ഫോക്കസ്. ഇത് വേറെ ഒന്നുമല്ല, നമ്മളിന്ന് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഈ 2 കാര്യങ്ങളിലാണ് മണി ഇരിക്കുന്നത്. നമ്മൾ ഫോണിൽ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിലും, നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുകയാണെങ്കിലും, ഏതെങ്കിലും ഒരു മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലോ പോകുകയാണെങ്കിലും എല്ലായിടത്തും മണിയായിട്ട് മാറുന്നത് നമ്മുടെ ടൈമും നമ്മുടെ ഫോക്കസുമാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് മോഷ്ടിക്കാൻ, ഇത് സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് ടെംപ്റ്റേഷൻസും ഒരുപാട് ആളുകളും ഒരുപാട് എനർജീസും നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ ടൈമും നമ്മുടെ അറ്റൻഷനുമാണ് അവർക്ക് വേണ്ടത്. ഇത് രണ്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതിൽ ഏറ്റവും വലിയ വില്ലനാണ് നമ്മുടെ മൊബൈൽ ഫോൺസ്. ഇത്രയും പൈസ മുടക്കി, ഇത്രയും ടെക്നോളജി മുടക്കി അവർ ഹാക്ക് ചെയ്യുന്നത് എങ്ങനെ ഒരു മനുഷ്യനെ പിടിച്ചിരുത്താം, എങ്ങനെ അവൻ്റെ അറ്റൻഷൻ പിടിച്ചിരുത്താം എന്നുള്ളതാണ്. ജസ്റ്റ് തിങ്ക്. നമ്മുടെ പിടിച്ചിരുത്താൻ, നമ്മുടെ അറ്റൻഷൻ കവർന്നെടുക്കാൻ വേണ്ടി അവിടെ മില്യൺസ് മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെങ്ങനെ ഇവിടെ പിടിച്ച് നിൽക്കും? നമ്മൾ പതുക്കെ സ്കിഡ് ചെയ്ത് അതിലോട്ട് പോകും. നമ്മൾ എക്സ്ട്രാ കോൺസെൻട്രേഷൻ എടുത്ത് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ഇതിനെതിരെ നിൽക്കണം. വി ഹാവ് ടു പ്രൊട്ടക്റ്റ്, വി ഹാവ് ടു സീൽ ആൻഡ് പ്രൊട്ടക്റ്റ് അവർ ടൈം ആൻഡ് യുവർ കോൺസെൻട്രേഷൻ, അവർ അറ്റൻഷൻ. സോ ദിസ് ഈസ് ഇറ്റ്. ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ, ചേഞ്ച് വരണമെന്ന് ആഗ്രഹിച്ചിട്ടും ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ, ബെറ്റർ ആക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ബെറ്റർ ആകുന്നില്ലെങ്കിൽ, ചേഞ്ച് ദീസ്. സ്റ്റാർട്ട് ബിലീവിങ്, സ്റ്റാർട്ട് സ്റ്റാൻഡിങ് അപ്പ് വെൻ എവർ യു ഫെയിൽ, സ്റ്റാർട്ട് വാക്കിംഗ് അഗെയിൻസ്റ്റ് ദ ഫ്ലോ ആൻഡ് നെവർ ഫിയർ ദ ജഡ്ജ്മെൻറ്റ്. ആൻഡ് വിത്ത് ഓൾ ദീസ് protect your time and focus. Stay strong, stay inspired, inspiring free.